സത്യവതി അറിയാതെ നെഞ്ചിൽ കൈവച്ച് പിന്നോക്കം നീങ്ങിപ്പോയി. ചുമരിലിടിച്ച് നിന്നു അവർ. ഭർത്താവിനെ പകച്ചു നോക്കിക്കൊണ്ട്, എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? അവളെ എന്റെ ശത്രുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെന്നോ? ആദ്യത്തെ ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം ചോദിച്ചു സത്യവതി. നിനക്ക് ഇത്ര പെട്ടെന്ന് കേൾവി തകരാറ് സംഭവിച്ചു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു മഹാദേവൻ തമ്പി. വ്യക്തമായി കേട്ടു ഞാൻ, പക്ഷെ ഒന്നുകൂടി കേൾക്കണമെന്ന് തോന്നി. പറ, കേൾക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി. അവരുടെ മുഖഭാവം പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. ക്രൂരത നിറഞ്ഞു. സത്യവതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒന്നുകൂടി ശബ്ദം ഉയർത്തി മഹാദേവൻ പറഞ്ഞു. സത്യവതി അഴിഞ്ഞടിയ താണ്ഡവത്തിൽ സ്വന്തം ജീവിതം ബലി കൊടുത്ത് ഇത്രയും കാലം ഒറ്റപ്പെടന്റെ ചുഴിയിൽ അകപ്പെട്ട് കഴിഞ്ഞ രാജേശ്വരി കൈപിടിച്ച് ആ ചുഴിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ മംഗളത്ത് മഹാദേവൻ തമ്പി എന്ന ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന്. മതി, നിർത്തിക്കോ. ഇനി ഒരക്ഷരം പോലും പറയരുത് നിങ്ങൾ. അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതോടെ നിങ്ങളുടെ അന്ത്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. വെറുതെ പറഞ്ഞതല്ല, കൊന്നുകളയും രണ്ടിനെയും. ചൂണ്ടുവിരൽ ചൂണ്ടി മഹാദേവൻ തമ്പിയുടെ മുഖത്തിന് നേർക്ക് തന്റെ മുഖം മടിപ്പിച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളോടെ പറഞ്ഞു സത്യവതി. കൊല്ലാനും കൊല്ലിക്കാനും കൂട്ടിക്കൊടുക്കാനും സത്യവതിക്ക് പുത്തിരിയല്ലെന്ന് ഈ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത്. അതും 32 വർഷം എല്ലാം മറച്ചു വെച്ച് എന്റെ കൂടെ കിടന്നവളല്ലേ നീ. ഒരു കുറ്റബോധം നിനക്കുണ്ടായിട്ടില്ല ഇന്നേ വരെ എന്നെനിക്ക് മനസ്സിലായി. നിന്റെ പ്രതികരണം അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോ ഒന്നുറപ്പായി, നിന്നെ പട്ടടയിലേക്ക് എടുക്കുന്നത് വരെ നിന്റെ മനസ്സിലെ ദുഷ്ടതയും ക്രൂരതകളും സന്തത സഹചാരിയെ പിന്തുടരും നിന്നെന്ന്. നിന്റെ ഉള്ളിൽ പറയാൻ വെറുതെ പറഞ്ഞു നോക്കിയതാണ്. നീ ഇത്രയും വെല്ലുവിളി ഉയർത്തിയ സ്ഥിതിക്ക് ഞാൻ എന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. രാജേശ്വരിയോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. വയസ്സാം കാലത്ത് മറ്റൊരു സ്ത്രീ ശരീരം തേടി പോകുന്നവനല്ല മഹാദേവൻ. പരസ്പരം ഒരു കൂട്ടാകണമെന്ന് തോന്നി. നിന്റെ വൈരാഗ്യത്തിന് മുന്നിൽ ഇപ്പൊ എടുത്ത തീരുമാനമാണ്. നീ നിനക്ക് പറ്റുന്നത് പോലെ ചെയ്തു നോക്ക്. ചേർത്ത് നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. മഹാദേവൻ തമ്പി മറ്റൊരു മുഖം. അധികം താമസിക്കാതെ നീ കാണേണ്ടി വരും. നിന്നെ തേടി അധികം താമസിക്കാതെ നോട്ടീസ് വരും. മ്യൂച്വൽ ഡിവോഴ്സ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഒപ്പിട്ട് തരാൻ ഭാവമില്ലെങ്കിൽ സത്യവതി ആരാണെന്ന് പുറം ലോകം അറിയും. നീ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി അഴിഞ്ഞു വീഴും. നിന്റെ ബഹുമാനത്തോടെ നോക്കിയിരുന്ന ആളുകൾ പുഴുത്ത പട്ടിയപ്പര നിന്നെ ആട്ടി ഓടിക്കുന്ന നാൾ വിദൂരമല്ല. ഓർത്തു വെച്ചോ നീ. പറഞ്ഞുകൊണ്ട് മഹാദേവൻ തിരികെ നടന്നു. കാറിൽ കയറി അദ്ദേഹം ഓടിച്ചു പോകുന്നത് വർദ്ധിച്ച ദേഷ്യത്തോടെ നോക്കിയിരുന്നു സത്യാവതി. അവിടുന്ന് തിരിച്ചുള്ള യാത്രയിൽ പലതും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു മഹാദേവൻ. അതിൽ ആദ്യത്തേതായിരുന്നു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പേപ്പർ മൂവ് ചെയ്യുക എന്നത്. അദ്ദേഹത്തിന്റെ കാർ നേരെ ചെന്നിരുന്നത് വക്കീൽ ജോർജ് ജോസഫിന്റെ ഓഫീസിന് മുന്നിലാണ്. അല്ല, എന്താ ഈ വഴി? കമ്പനി കാര്യങ്ങളിലെ എല്ലാം മേടാണല്ലോ ഡീൽ ചെയ്യുക പതിവ്. ഓ സോറി, ഞാനത് വിട്ടു. ഇപ്പോ പാർട്ടീഷൻ കഴിഞ്ഞല്ലോ. സ്വയം നെറ്റിയിലൊന്ന് ഇടിച്ചോട്ട് പറഞ്ഞു വക്കീൽ. കമ്പനി കാര്യങ്ങളിൽ മാത്രമല്ല ജീവിത കാര്യങ്ങളും നോക്കിയിരുന്നത് മേഡം തന്നെയാ. ഏതായാലും കമ്പനി പാർട്ടീഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ജീവിത പാർട്ടീഷൻ കൂടി ആകാമെന്ന് കരുതി താനാക്കുമ്പോ എല്ലാം അറിയുന്ന കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് താൻ തന്നെ അത് നടത്തി തരണം. സത്യാവതിയിൽ നിന്നും എനിക്കൊരു മോചനം വേണം. അതായത് വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ. അതിനുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു തരണം. അത് ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. മഹാദേവൻ പറയുന്നത് തമാശയോടെയാണ് വക്കീൽ കേട്ടിരുന്നത്. അല്ല, അതിപ്പോ ഈ വയസ്സാം കാലത്ത് എന്തൊക്കെയാ പറയുന്നത്? വക്കീൽ ചിരിച്ചോണ്ട് ചോദിച്ചു. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. തനിക്ക് കഴിയില്ലെങ്കിൽ വേറെ ആളെ നോക്കാം ഞാൻ. ദേഷ്യത്തിൽ പറഞ്ഞിട്ട് എഴുന്നേറ്റു അദ്ദേഹം. ഏയ്, താൻ സീരിയസ് ആണോ? ഞാൻ കരുതി രണ്ടുപേരും ഉടക്കിയതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കുമെന്ന്. താൻ പറയുന്ന പോലെ സംഭവിക്കണമെങ്കിൽ വ്യക്തമായി കുറ്റം ആരോപിക്കണം. മേഡം മ്യൂച്വൽ പെറ്റീഷൻ സൈൻ ചെയ്ത് തന്നില്ലെങ്കിൽ തെളിയിക്കപ്പെടണം. അവരിൽ നിന്നും വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് തെളിവുണ്ടോ കയ്യില്? വക്കീൽ വക്രബുദ്ധിയോടെ ചോദിച്ചു. അതവള് ഒപ്പിട്ട് തന്നില്ലെങ്കിലല്ലേ? താൻ അവളെ വിളിച്ച് സംസാരിക്കുക. ഒപ്പിട്ട് തരാൻ അവൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിക്കൊള്ളാൻ പറ തന്റെ മേഡത്തിനോട്. അവൾക്ക് ശിഷ്ടകാലം സെല്ലിൽ കഴിയണമെന്നാണെങ്കിൽ അതിനുള്ള തെളിവ് ഞാൻ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊള്ളാം. താൻ സംസാരിച്ച് നോക്കിയിട്ട് മറുപടി പറ. അറിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ബാക്കി പിന്നെ. ഗൗരവത്തിൽ പറഞ്ഞിട്ട് മഹാദേവൻ തമ്പി അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് ഗോപിനാഥന്റെ വീട്ടിലേക്കാണ് പോയത്. അയാളെക്കാട് സംസാരിച്ചു. ഏറെ ബുദ്ധിമുട്ടിയാണ് ഗോപിനാഥൻ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചെന്ന് വിശദമായി സംസാരിച്ചത്. അതെല്ലാം മഹാദേവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു. സത്യാവതി സ്വന്തം മകനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച തന്ത്രം. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് ടൈം അനൗൺസ് ചെയ്തത് കാത്തിരിക്കുകയാണ് ഭാമയടക്കം എല്ലാവരും. കുറഞ്ഞ സമയത്തിനുള്ളിൽ അനവധി പേര് ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫ് വാങ്ങിക്കാനും എത്തി. ആളുകൾ തിരിച്ചറിയപ്പെടുന്ന സെലിബ്രിറ്റി ആയി കഴിഞ്ഞിരുന്നു ഭാമപ്രിയ നന്ദകിഷോർ. മാഡം, ഒരു പിക്ക് എടുത്തോട്ടെ.
വനിത മാഗസിൻ കവർപ്പിക്കായി ഇടാനാണ്. മേഡം തിരക്കൊഴിഞ്ഞു വന്നിട്ട് ഒരു അഭിമുഖം തന്നാൽ മതി. ഒരു ചെറുപ്പക്കാരൻ വിനീതനായി ചോദിച്ചു. അവന്റെ മുഖത്തെ പ്രതീക്ഷ അസ്തമിപ്പിക്കാൻ തോന്നിയില്ല ഭാമയ്ക്ക്. തന്റെ വലത് കൈവിരലുകൾ നന്ദന്റെ ഇടത് കൈവിരലുകളോട് കോർത്തു പിടിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഭാമ. ഇത് ഓക്കെ അല്ലേ മേഡം? ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു അവൻ. ഭാമയും നന്ദനും അവന്റെ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോയിലേക്ക് നോക്കി. അവരുടെ മനസ്സിലെ സന്തോഷം മാത്രമേ പ്രതിഫലിച്ചിരുന്നു ആ ചിത്രത്തിൽ. കൊള്ളാം, നന്നായിരിക്കുന്നു. ഭാമയുടെ തോളിലൂടെ കൈയിട്ട് തന്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ. സർ, ഒരു ക്ലിക്ക് കൂടി. നന്ദന്റെ ഇടനെഞ്ചിൽ വലതുകരം വെച്ച് നന്നായി ചിരിച്ചിരുന്നു ഭാമ. സൂപ്പർ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. വലത് കൈയിൽ തെരുവിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞവൻ. ദുബായിലെത്തിയതിനു ശേഷമാണ് നന്ദൻ അച്ഛനെ വിളിച്ചത്. ഗോപിനാഥനെ കണ്ട് സംസാരിച്ചിട്ട് എന്തായെന്നറിയാൻ. ഗോപിനാഥൻ തന്നോട് പറഞ്ഞതെല്ലാം അച്ഛൻ തുറന്നു പറഞ്ഞു. അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ ചെയ്തത് എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിപ്പോയി നന്ദന്. അച്ഛാ, ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. അമ്മ ഇത് നിഷേധിക്കുമെന്ന്, സാവിത്രിയാണ് എല്ലാം ചെയ്തതെന്ന് പറയുമായിരിക്കുമെന്ന്. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും എങ്ങനെ കഴിയുന്നു? നന്ദൻ നിരാശയോടെ പറഞ്ഞു. മോനെ, നമ്മൾ കരുതിയതിനേക്കാൾ അപകടകാരിയാണ് അമ്മ. ഇത്രയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അവൾക്കൊരു കുലുക്കവുമില്ല. ഇന്നും കയർത്ത് സംസാരിച്ചു. മോനെ, അവളുടെ വാശിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു. വെറുതെ അവളെ മനസ്സിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നും അത് തന്നെയാണ് നല്ലതെന്ന്. മോൻ അതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അച്ഛനെടുത്ത തീരുമാനം നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നും അറിയില്ല. എന്നാലും നിന്നോട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നീ അല്ലേ ഇനി എനിക്കുള്ളൂ. അച്ഛൻ പറയാൻ പോകുന്നത് എന്തോ സീരിയസ് കാര്യമാണെന്ന് മനസ്സിലായിരുന്നു നന്ദന്. എന്താ കാര്യം അച്ഛൻ പറയൂ? നന്ദൻ ആകാംക്ഷയിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. മോനെ, നിന്റെ അമ്മയിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വക്കീലുമായി സംസാരിച്ചു. ഇനിയും അവളുമായി ഒരു ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രല്ല, അവൾ ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് കളഞ്ഞു. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രാജേന്ദ്രനും പൂർണിമയും ഒന്നിച്ചു. ശരിക്കും ഇവിടെ ഒറ്റപ്പെട്ടു പോയത് രാജേശ്വരിയാണ്. ഏട്ടനെ തുണയെ ഇത്രയും കാലം സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഇപ്പൊ രാജേന്ദ്രൻ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെട്ട തുണയ്ക്കായി പൂർണിമ വന്നതുകൊണ്ട് രാജേശ്വരി അവർക്ക് നഷ്ടപ്പെട്ടത് തന്റെ ജീവിതമാണ്. ഇനിയുള്ള കാലം അവർക്കൊരു കൂട്ടായി മാറണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും ഇല്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു ശിക്ഷ കൊടുക്കണമെന്ന് തോന്നിപ്പോകുന്നു. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കണക്കെടുപ്പ് നടത്തിയാൽ ഇപ്പോഴും നഷ്ടങ്ങളൊന്നും സംഭവിക്കാത്തത് നിന്റെ അമ്മയ്ക്ക് മാത്രമാണ്. അതിനൊരു തിരിച്ചടി കൊടുക്കണം. ഇത്രയും കാലം എന്നോട് നിന്ന് അവൾ പറ്റിക്കുകയായിരുന്നു എല്ലാവരെയും. സത്യം എത്ര കാലം മൂടി വെച്ചാലും അതൊരു നാൾ മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. അതാണിപ്പോ സംഭവിച്ചത്. അച്ഛനെടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ നിനക്ക് തുറന്നു പറയാം. എന്നിട്ട് വേണം എനിക്ക് രാജേശ്വരിയോട് സംസാരിക്കാൻ. സമ്മതിക്കുന്നൊന്നും അറിയില്ല. രാജേന്ദ്രനും പൂർണിമയോടും സംസാരിക്കണം. നീ എന്തു പറയുന്നു? അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ചു നിന്നു പോയി നന്ദൻ. താൻ എന്തൊക്കെയാണ് കേട്ടത്? അവൻ ഒന്നുകൂടി ഓർത്തു നോക്കി. മോനെ, എന്തൊന്നും മിണ്ടാത്തത്? നിനക്ക് അത്ര പെട്ടെന്ന് പറയാൻ കഴിയില്ലെന്നറിയാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. നീ പറയുന്നതനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ. അതല്ല അച്ഛാ, അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ. അമ്മയിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ രാജേശ്വരി മേഡം അച്ഛന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നന്ദൻ പൂർത്തിയാക്കാതെ നിർത്തി. അറിയാം മോനെ, അത് അത്ര എളുപ്പമാവില്ലെന്ന്. എന്നാലും നിന്റെ അമ്മയുടെ അഹങ്കാരത്തിന് കൊമ്പൊടിക്കണമെങ്കിൽ ഇത് നടക്കണം. അവൾക്ക് മുന്നിൽ തല ഉയർത്തി തന്നെ നടക്കും ഞാൻ. വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും എല്ലാം നഷ്ടപ്പെടുന്നതിന്റെ വേദന അവൾ അറിയണം. ഒറ്റപ്പെടലിന്റെ ആഘാതം എത്തിയിട്ടുണ്ടെന്ന് സത്യാവധിയും അറിയണം. ഇനിയുള്ള കാലം അതാണ് അവൾക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി നന്ദന്. അച്ഛാ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അച്ഛന്റെ തീരുമാനം ശരിയാണ്. അമ്മ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി. ഒരുപാട് പേരുടെ ജീവിതം വെച്ച് കളിച്ചു. പലരുടെയും ജീവിതം ചവിട്ടി മെതിച്ചു. എന്നിട്ട് ഇത്രയും കാലം സുഖമായി കഴിയുന്നു. ഒരു അല്ലലും കൂടാതെ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് യാതൊരുവിധ പ്രായശ്ചിത്തവും ചെയ്യാതെ മാഡം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരും. അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ വാശിയോടെ പറഞ്ഞു നന്ദൻ. മതി മോനെ, നിന്റെ ഈ വാക്കുകൾ മതി എനിക്ക്. നീ നോ എന്നാണ് പറയുന്നതെങ്കിൽ ആരോടും സംസാരിക്കില്ലായിരുന്നു ഇതേപ്പറ്റി. ഇനി അച്ഛന് ധൈര്യമായി രാജേന്ദ്രനോടും പൂർണിമയോടും സംസാരിക്കാം. പിന്നെ രാജേശ്വരിയോടും ഡിവോഴ്സ് കിട്ടിയാൽ നടത്തണം. ഇനിയുള്ള കാലം രാജേശ്വരിക്ക് ഒരു കൂട്ടായി കൂടെ ഉണ്ടാവണം. ഭാമ മോളോട് മോൻ സംസാരിക്കണം. മോളുടെ അഭിപ്രായം അച്ഛൻ അറിയിക്കണം. എന്നാ പിന്നെ അച്ഛൻ വിളിക്കാം. ക്ഷീണം കാണും, റെസ്റ്റ് എടുക്ക് പറഞ്ഞിട്ട് ഫോൺ വെച്ച് മഹാദേവൻ തമ്പി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നന്ദൻ ഭാമയോട് തുറന്നു പറഞ്ഞു മറച്ചു വെക്കാതെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭാമ ചിരിക്കുകയാണ് ചെയ്തത്. നന്ദേട്ടാ, നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന അദൃശ്യ ശക്തി എത്രയോ വലുതാണല്ലേ.
അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അച്ഛൻ ഇതുപോലെ ഒരു തീരുമാനം എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ലോ. അതാണ് ആ ശക്തിയുടെ പവർ. സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു വേണം ഈ ദേഹം വിട്ട് നമുക്ക് പോവാൻ. അങ്ങനെ മംഗളത്ത് സത്യാവതി എന്ന വൻ വൃക്ഷം കടപുഴകാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ആ വീഴ്ച അത് മാത്രമേ കാണാനുള്ളൂ. അധികം താമസിക്കാതെ അതും കാണേണ്ടി വരും. ആടപടലം ആടി ഉലഞ്ഞ് വീഴുന്ന സത്യാവതി. അതോടെ അവരുടെ തകർച്ച പൂർണ്ണമാകും. നമ്മുടെ ബന്ധമാണ് തകർക്കാൻ നോക്കിയതവർ. ഇപ്പോ അവരുടെ താലി അറുത്തു മാറ്റാൻ പോകുന്നു. വിധി അതാണ്. രാജേശ്വരി മേഡം അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഡത്തിനോട് എന്റെ കഴിവിന്റെ പരമാവധി സമ്മർദ്ദം ചെലുത്തും ഞാനും. പ്രതികാരം നമുക്ക് വീട്ടാനുള്ളതല്ല. എങ്കിലും എന്റെ നന്ദേട്ടനെ എന്നിൽ നിന്ന് അകറ്റാൻ എന്നവർ ശ്രമിച്ചു. അന്നു മുതൽ വീർത്തുപോയി ഞാൻ അവരെ. മാത്രമല്ല എന്റെ നന്ദേട്ടന്റെ ഓർമ്മ ഇല്ലാതാക്കി. മരുമകളുടെ മുറിയിലേക്ക് തള്ളിവിട്ട അവരെ ഒരിക്കലും ഇനി സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക്. അവർ ചെയ്ത തെറ്റിന്റെ അനന്തരഫലമാണ് സാവിത്രിയുടെ വയറ്റുള്ള കുഞ്ഞ്. ആ കുഞ്ഞെന്നും ഒരു ചോദ്യചിഹ്നമായി നമുക്കിടയിൽ ഉണ്ടാകും നന്ദേട്ടാ. എനിക്കതറിയാം. നന്ദേട്ടൻ എത്ര തള്ളി പറഞ്ഞാലും വീർത്താലും ആ കുഞ്ഞ് നന്ദേട്ടന്റെ ചോരയാണ്. ആ ബന്ധം ഇല്ലാതാക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുന്നതുമല്ല. ഭാമ പറയുന്ന കേട്ടപ്പോൾ കാതുകൾ രണ്ടും കൊട്ടിയടഞ്ഞതുപോലെ നിന്നുപോയി നന്ദൻ അവളെ അപരിചിതി എന്ന പോലെ നോക്കി നിൽക്കുകയാണ്. ഭാമ പറയുന്നത് 100% ശരിയാണ്. എത്ര തള്ളി പറഞ്ഞാലും രക്തബന്ധം മാഞ്ഞു പോകുന്നതല്ല. നന്ദേട്ടാ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നന്ദേട്ടൻ എനിക്കൊരു കവചം പോലെ നിന്നാലും ആ കുഞ്ഞിനെ നന്ദേട്ടൻ വെറുക്കരുത്. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ലോകത്തേക്ക് പിറവി കൊള്ളാൻ നിമിത്തമായി നന്ദേട്ടൻ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നന്ദേട്ടാ, മേഡത്തിനോട് സംസാരിക്കണം. മേഡം സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹം നടത്തി കൊടുക്കണം. ഈ വയസ്സാം കാലത്ത് അച്ഛനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കരുത്. മംഗളത്ത് സത്യാവതി എന്ന വ്യക്തി ഇപ്പൊ അടഞ്ഞ അധ്യായമാണ് അച്ഛന്റെ മനസ്സിൽ. അമ്മയിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് അച്ഛനുണ്ടാവില്ല. ഡിവോഴ്സ് കിട്ടിയാൽ നന്ദേട്ടൻ വേണം അച്ഛന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ. അമ്മയുടെ കൊള്ളരുതായ്മ കണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയതാണ് അച്ഛന്റെയും മേഡത്തിന്റെയും. ഇരുവരും ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തന്നെ നടക്കണം. അത് പറയുമ്പോൾ വല്ലാത്തൊരു വാശി ഉണ്ടായിരുന്നു അവൾക്ക്. മംഗളത്ത് സത്യാവതിയോടുള്ള അടങ്ങാത്ത വാശി. അതെ, ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അമ്മ ഇപ്പോഴും വൈരാഗ്യവും വാശിയും കൊണ്ട് നടക്കുകയാണ്. വിധിയെ തടുക്കാൻ ആർക്ക് സാധ്യമല്ല. വിധി പോലെ നടക്കട്ടെ. നന്ദൻ നെടുവീർപ്പോടെ പറഞ്ഞു. ഭാമ തിരികെ പോയപ്പോൾ നന്ദൻ വെറുതെ പുറത്തേക്ക് മിഴികൾ പായിച്ചു നിന്നു. കഴിഞ്ഞകാലം ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ ഈറൻ പൊടിഞ്ഞു. എത്ര സന്തോഷത്തിൽ കഴിഞ്ഞതാണ് എല്ലാവരും. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം തകടം മറിഞ്ഞു പോയി. നന്ദൻ ഓർമ്മയിൽ ചെകഞ്ഞു തന്റെ ബാല്യവും കൗമാരവും യൗവനവും. ഭാമ പറഞ്ഞത് എല്ലാവരും വിവരം അറിഞ്ഞു. അച്ഛന്റെ ഭാവി തീരുമാനം അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വേദനിച്ചു. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ ബന്ധം. അവരത് തുറന്ന് പറയുകയും ചെയ്തു. അവർക്കർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അച്ഛൻ നൽകിയത്. എനിക്കിഷ്ടപ്പെട്ടു. എന്റെ ചേച്ചിയെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് സത്യാവതി അമ്മ. അവർക്ക് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല. ഹേമ പറയുന്ന കേട്ടപ്പോൾ അമ്മ അവളെ ശാസിച്ചു. നീ വെറുതെ ഒരെന്നും പറയണ്ട. കേട്ടിട്ട് വന്നാൽ മോൻ വിഷമിക്കും. എത്രയായാലും മോന്റെ പെറ്റമ്മയാണ് അവർ. അച്ഛനും അമ്മയും വേർപിരിക്കുക എന്നത് ഒരു മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. പുറമെ കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി കഴിയുകയാണ് ആ മോൻ. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി അവൾക്ക്. കുറച്ചു സമയം കൂടി കഴിഞ്ഞാണ് നന്ദൻ അവരുടെ അടുത്തേക്ക് വന്നത്. ഭാമേ, സുരേഷ് വിളിച്ചിരുന്നു. നാളെ വൈകിട്ടാണ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നും ഒരുങ്ങി പുറപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് വണ്ടി വരും. ഇവിടെ എന്തെങ്കിലും സൗകര്യക്കുറവുണ്ടെങ്കിൽ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് സൗകര്യക്കുറവ്? ഒന്നുമില്ലല്ലോ, ഉള്ളതന്നെ ധാരാളമാണ്. ഭാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താനിപ്പോ VIP ആണല്ലോ, അതാണ് സൗകര്യക്കുറവ് ഉണ്ടേ എന്ന് അവർ ചോദിക്കുന്നത്. നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അവരുടെ ഉത്തരവാദിത്വമാണല്ലോ അത്. അത് ശരി വെച്ചു ഭാമ. കുറെ സമയം സംസാരിച്ചിരുന്നു അവർ. പ്രോഗ്രാമുകളുടെ കാര്യങ്ങളായിരുന്നു ചർച്ച. നാളെ മുതൽ ഓരോ ദിവസം ഇടവിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ഭാമയ്ക്ക്. എല്ലാം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയപ്പെടുന്ന നർത്തകിയായി മാറിയിരുന്ന ഭാമ ഓരോ ദിവസവും കടന്നുപോയി. ഡിവോഴ്സ് പെറ്റീഷൻ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് പതറിപ്പോയെങ്കിലും ബന്ധം വേർപെടുത്താൻ തന്നെ തീരുമാനിച്ചു സത്യാവതി. മഹാദേവൻ തമ്പി രാജേന്ദ്രനെ കാണാൻ പുറപ്പെട്ടു. ആദ്യം അയാളുടെ താല്പര്യം അറിയണമെന്ന് തോന്നിക്കൊണ്ട് മഹാദേവൻ തമ്പി കാർ നിർത്തി ഇറങ്ങുമ്പോൾ രാജേന്ദ്രൻ പൂമുഖത്തെ ചാരുകസേരയിൽ ഇരിക്കുകയാണ്. എന്തോ സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. തിണ്ണലിരിക്കുന്ന പൂർണിമ വേഗം എഴുന്നേറ്റു. കയറി വരുന്ന ആളെ പൂർണിമയ്ക്ക് മനസ്സിലായില്ലെങ്കിലും മഹാദേവൻ തമ്പി രാജേന്ദ്രന് എളുപ്പം മനസ്സിലായി. വരൂ, എന്തവിടെ തന്നെ നിന്നത്? മുറ്റത്ത് സംശയിച്ചു നിൽക്കുന്ന തമ്പി നോക്കി പറഞ്ഞിട്ട് തിടുക്കത്തിൽ എഴുന്നേറ്റു രാജേന്ദ്രൻ. മഹാദേവൻ തമ്പി ചിരിച്ചുണ്ട് പൂമുഖത്തേക്ക് കയറി. പൂർണി, നിനക്ക് ആളെ മനസ്സിലായോ? മംഗളത്ത് മഹാദേവൻ തമ്പി തന്റെ പിന്നിലായി നിൽക്കുന്ന പൂർണിയെ നോക്കി പറഞ്ഞു രാജേന്ദ്രൻ. ഓ, എനിക്ക് മനസ്സിലായി. നന്ദമോന്റെ അച്ഛനല്ലേ? വരൂ, അകത്തേക്കിരിക്കാം.
ആദിത്യ മര്യാദയോടെ അകത്തേക്ക് വിളിച്ചു അവർ. മഹാദേവൻ തമ്പിയെ അവർ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന സംശയത്തിലാണ് വന്നത് തന്നെ. അവിടെ ഊഷ്മളമായ സ്വീകരണം അയാളുടെ മനസ്സ് ശാന്തമാക്കി. താമെന്ന കാര്യം പറഞ്ഞപ്പോൾ രാജേന്ദ്രൻ പൂർണിമയെ നോക്കി. അല്ല, എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അറിയിച്ചെന്നേയുള്ളൂ. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം. ഈ വയസ്സാങ്കാലത്ത് രണ്ടാം വിവാഹം നടത്താനുള്ള മോഹം കൊണ്ടൊന്നുമല്ല, പരസ്പരം ഒരു താങ്ങ്. വയസ്സുകാലത്ത് ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നാതിരിക്കാൻ സത്യവതി ജീവിതം നശിപ്പിച്ചു കളഞ്ഞ രാജേശ്വരിക്കൊരു കൂട്ട് അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മഹാദേവൻ തമ്പിയുടെ വാക്കുകളിലെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞു രാജേന്ദ്രൻ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷെ രാജേശ്വരി സമ്മതമാണ് നമുക്ക് ആവശ്യം. സത്യം പറഞ്ഞാൽ അവളുടെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട് ഞങ്ങൾക്ക്. ഇവളെ എനിക്ക് തിരികെ ലഭിച്ചു. എന്റെ സഹോദരി എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. സംസാരിക്കാം, എന്തു വന്നാലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം, സന്തോഷം കൊണ്ട് പറഞ്ഞു രാജേന്ദ്രൻ. പൂർണിമ നൽകിയ ചായ കുടിച്ചാണ് മഹാദേവൻ തമ്പി മടങ്ങിയത്. അയാൾ ഇറങ്ങിയപ്പോൾ തന്നെ രാജേന്ദ്രൻ സഹോദരിയെ വിളിച്ച് സംസാരിച്ചു. കാര്യം അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി രാജേശ്വരി. മഹാദേവൻ തമ്പി ഇങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏട്ടാ, ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവർ. തുള്ളിച്ചാടാൻ തോന്നി അവർക്ക്. സത്യാവതിക്ക് താൻ കരുതി വെച്ചതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷയാണ് വിധി കരുതി വെച്ചിരിക്കുന്നത് എന്നോർത്ത് ആർത്ത് ചിരിച്ചു രാജേശ്വരി. ഫോൺ എടുത്ത് സ്വാമി നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് പിടിച്ചു. മറുവശത്ത് ഫോൺ എടുത്തപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ. സ്വാമി, നമ്മുടെ പ്ലാനിങ് തൽക്കാലം മാറ്റിവെക്കാം. സത്യാവതിയെ അടിക്കാനുള്ള വടി എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ വലിയത് ഈശ്വരൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ കാര്യത്തിൽ തൽക്കാലം സത്യാവതി അവിടെ നിൽക്കട്ടെ. സാവിത്രിയിൽ തന്നെ മതി നമ്മുടെ ശ്രദ്ധ. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നന്ദന്റെ എന്ന് തെളിയിക്കണം. ഇനി അവൾ ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകുമ്പോൾ അവളിൽ നിന്നും വേണ്ടതൊക്കെ ശേഖരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? മറുവശത്തും അനുകൂലമായ മറുപടി ലഭിച്ചതും അവിടെ ചുണ്ടിന് കോണിൽ പുഞ്ചിരി വിരിഞ്ഞു.